ആ എമ്മില് മിഡിലായിട്ട് ആ 3 കേട്ടോ. ടിക്കറ്റ് കിട്ടി ഗൈസ്, ടിക്കറ്റ് കിട്ടി. വരാം. തുടങ്ങി. നമ്മളെ എമ്മാണ് ഇത്. അവിടെ എം 6-8. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ വാഴ കാണാൻ തിയേറ്ററിലെത്തി. അവനെ അവള് നോക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? പടം കണ്ടിറങ്ങി ഗൈസ്, എന്താ പറയാ, ഉഷാറ് പടം, ഒന്നും പറയല്ല. വാഴ എന്നുള്ള പേര് നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഈ വേലയും കൂലില്ലാണ്ട് നടക്കുന്ന ചെറുപ്പക്കാർക്ക് ഇട്ടുകൊടുക്കുന്ന പേരാണ് വാഴ. അത് ഈ പടം കണ്ടു കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റേ മാറും. കാരണം ഇതൊന്ന് എന്താ പറയുക, ഇതൊരു കോമഡി ഫിലിമിനെക്കാട്ടിലും കൂടുതൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൽ. ചെറുപ്പക്കാരുടെ എസ്പെഷ്യലി ബോയ്സിൻ്റെ ആ ഒരു 10-20 വയസ്സ് കഴിഞ്ഞുള്ള ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയണ്ടാവും. ഇത് ബേസിക്കലി ഉണ്ടല്ലോ, ഇതിൻ്റെ പേരെന്നെ അങ്ങനെയാണല്ലോ, വാഴ, എ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ്. പക്ഷെ അത് ബില്യൺ എന്നൊന്നും പറയാനെങ്കിൽ നമ്മളെ പോലെ മിഡിൽ ക്ലാസ്ഡ് ആയിട്ടുള്ള എല്ലാ ചെറുപ്പക്കാരുടെയും 10-21 വയസ്സ് കഴിഞ്ഞുള്ള അവസ്ഥ. 10-21 വയസ്സ് കഴിഞ്ഞുള്ള അവസ്ഥ മാത്രമല്ല, ഇതിൽ ചെറുപ്പം തൊട്ടുള്ള കാര്യങ്ങളായത് സ്കൂളിൽ ഉഴപ്പുന്നതും കോളേജിൽ പോയി അടി, അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ പോർട്രേ ചെയ്യുന്നൊരു ഫിലിം. പിന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് നമുക്ക് ഇങ്ങനെ കൺവേ ആവും. അത് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, നിങ്ങൾ കണ്ടു മനസ്സിലാവും. പിന്നെ എന്താ പറയാ, ഇതിലെ കാസ്റ്റിംഗ് ക്രൂ നിങ്ങൾക്ക് അറിയാലോ. ഇതിൽ മെയിനായിട്ട് ലീഡുള്ളത് എനിക്ക് തോന്നുന്നു 4-5 ആളാണ്. ഒന്ന് ജോമോൻ, പിന്നെ ഒന്ന് നമ്മുടെ സിജു സണ്ണി, പിന്നെ 2 ആളുണ്ട്. പിന്നെ ഒന്ന് നമ്മുടെ സാഫ് ബോയുടെ അനിയൻ, പുള്ളിക്കാരനും ത്രൂ ഔട്ട് ദ ഫിലിം ഉണ്ട്. സാഫ് ബോയ് പടത്തിന്റെ ഫസ്റ്റ് തൊട്ട് ഉണ്ട്, പക്ഷെ ചില സീൻസിൽ മാത്രമാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഹാഷിറിന്റെ ടീം കംപ്ലീറ്റ്ലി ഉണ്ട്. അവരും ഈ പറഞ്ഞ പോലെ തന്നെ ത്രൂ ഔട്ട് ഇല്ലെങ്കിലും എൻഡ് ചെയ്യുന്ന ക്ലൈമാക്സിലല്ല എൻഡ് ചെയ്യുന്ന സീനിലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചില സീൻസിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. ഐ മീൻ ഭയങ്കര എന്താ പറയുക, അത്യുഗ്രമായിട്ടുള്ള എഡിറ്റിങ് അങ്ങനത്തെ പരിപാടിയല്ല. ഫസ്റ്റത്തെ ആ ഷോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു FPV ഷോട്ട് ഉണ്ട് സൈക്കിളിൽ പോകുന്നത്, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഓവറോൾ DOP ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ഡയറക്ടറിൻ്റെ പേര് ആനന്ദ് തോമസ് അങ്ങനെ എന്തോ ആണ് തോന്നുന്നുണ്ട്. ഫാലിമിയൊക്കെ ഡയറക്റ്റ് ചെയ്ത പുള്ളിക്കാരൻ, ഇഫ് ഐ എം നോട്ട് റോങ്. എന്തായാലും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ സ്ഥലത്ത് സീൻസ് ഭയങ്കര അടിപൊളിയാണ്. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പോലീസ് സ്റ്റേഷനിലൊരു സീൻ. പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഒരു ക്യാമിയോ റോൾ വരുന്നുണ്ട്. അതൊന്നും എനിക്കൊന്നും ആരും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു റോളാണ്. അത് ഭയങ്കര അടിപൊളി. എനിക്ക് ചിരിച്ച്, എന്തായാലും അത്ര ഹെവി ലെവൽ കോമഡി ആണോ എന്ന് വെച്ചാൽ അല്ല, പക്ഷെ എന്നാലും നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കോമഡിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഇവരെ മക്കളായിട്ട് അഭിനയിച്ചേക്കാളും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ടത് അച്ഛന്മാരായിട്ടാണ്. എസ്പെഷ്യലി അസീസിക്ക, എൻ്റെ പൊന്നാളിയാ, ഹി ഡിസേർവ്സ്. എത്രയോ അടിപൊളി ക്യാരക്ടേഴ്സ് പുള്ളിക്കാരൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. എന്തൊരു അഭിനയം അതിലെല്ലാവരും കേട്ടോ. നമ്മുടെ കോട്ടയം നസീറൊക്കെ ഉണ്ട്, പിന്നെ നമ്മളെ പുള്ളിക്കാരൻ പേര് നമ്മളെ കോമഡി സ്റ്റാർസിലൊക്കെ ഉണ്ടായിരുന്നു. അസീസിക്കും കോമഡി സ്റ്റാർസ് ഒന്നാണ്. നമ്മുടെ ടോബി എനിക്ക് പേര് കൃത്യമായിട്ട് ഓർമ്മയിട്ടില്ല. പുള്ളിക്കാരനും കോമഡി സ്റ്റാർസിലൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നല്ലോ അവർ. പുള്ളിക്കാരനൊക്കെ നല്ല അച്ഛന്മാരായിട്ട് അഭിനയിച്ചവരൊക്കെ അത്യാവശ്യം നന്നായി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സ്പെഷ്യലി എടുത്തു പറയേണ്ടത് നമ്മുടെ അസീസൊക്കെയാണ്, രക്ഷയില്ല. പിന്നെ എന്താ പറയാ, നമ്മുടെയൊക്കെ ഒരു ചില സീൻസൊക്കെ ഇതിൽ ഇമോഷണൽ ആവുന്ന കുറച്ച് സീൻസ് ഉണ്ട്. എസ്പെഷ്യലി അച്ഛന്മാർ മക്കളെ റിയലൈസ് ചെയ്യുന്നൊരു പാർട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മളെപ്പോലുള്ള പയ്യന്മാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ജീവിക്കുന്ന, എന്നാൽ ജീവിതത്തിൽ ചെറിയ രീതിയിൽ ഉഴപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മളെപ്പോലുള്ള പയ്യന്മാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് നല്ല പടം. അത്ര നമ്മൾ ഫാമിലി ആയിട്ട് പോയത്, അമ്മക്കൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അമ്മ ഒരു ടീച്ചർ കൂടിയാണ്, അപ്പോൾ അമ്മ ആ ഒരു വ്യൂ പോയിന്റ് നോക്കുമ്പോഴും അമ്മക്ക്
ഒന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പടം. എന്തായാലും കുറേ കാലത്തിന് ശേഷം കണ്ട പടമാണ്, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കുറേയൊക്കെ ഹൈപ്പാണ് വിചാരിച്ചു. പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ ഇത് കൂടുതൽ ഷോർട്സിലൊക്കെ ഇത് ഹാഷിറിൻ്റെ പടമായിട്ടാണ്, ഹാഷിറൻ ടീമിൻ്റെ പടമായിട്ടാണ്. പക്ഷേ ശരിക്കും ഇത് ഹാഷിറൻ ടീം അല്ല ഇതിൽ മെയിൻ ലീഡ്. ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ ജോമോൻ സീരീസ് തന്നെ അവരുടെ ആ ടീമാണ്. ബട്ട് എനിവേ അടിപൊളി പടമാണ്. മാക്സിമം കാണാൻ ശ്രമിക്കുക. ഫാമിലി ആയിട്ട് പോവുക, നിങ്ങളെ അച്ഛനെ അമ്മയായിട്ട് പോവുക. കാരണം അവരെ കാണിക്കേണ്ട പടം കൂടിയാണിത്, നമ്മൾ മാത്രം കണ്ടാൽ പോരാ. നല്ല അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ ദിവസം നല്ലൊരു പടം കണ്ടു. ഇന്ന് മറ്റേ ശ്രീനാരായണ ഗുരു ജയന്തിയാണ്, അതിൻ്റെ ലീവൊക്കെ ആയിട്ടിരിക്കുകയാണ്. എന്തായാലും ഇത് റിവ്യൂ ആയിട്ടൊന്നും നിങ്ങൾ കണ്ട, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞോളൂ, കാരണം നമുക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയൊരു പടമാണ്. അപ്പോൾ നല്ല അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടിൽ ദാറ്റ് ടൈം ഈസ് മീ റോഷൻ സൈനിങ് ഔട്ട്. ബൈ 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 ടാറ്റ ബൈ ബൈ സീ യു. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ഗുഡ് ബൈ. പടം വേഗം പോയി കണ്ടോട്ടോ.